പി കെ ഗോപൻ, ഇന്നലെ രാത്രി വൈകി വന്ന വാർത്താക്കുറിപ്പ് ഇ ഡി ഇറക്കിയത്, അതിലെ വരികൾ വായിച്ചെടുത്തപ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ് ഇ ഡിയുടെ പോക്ക് എങ്ങോട്ടാണെന്നത്. ലക്ഷ്യം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ പാർട്ടിയാണ്, നിങ്ങളുടെ പാർട്ടി നേതൃത്വമാണ്. എങ്ങനെയാണ് ഇ ഡിയുടെ പുതിയ നീക്കത്തെ കാണുന്നത്? നമുക്കറിയാം, മാസങ്ങളോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപും മാസപ്പടി എന്ന പദം ഉപയോഗിച്ചിപ്പോൾ പുതിയ പദം കിട്ടിയിരിക്കുന്നു, ഹവാല ഇടപാട്. എങ്ങനെ വിലയിരുത്തുന്നു ഇ ഡിയുടെ നീക്കത്തെ? കേരളത്തിലെ ഒരു പ്രമുഖ പത്രം, കേരളത്തിലെ ചരിത്രപരമായി തന്നെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം പച്ചയായി കൈകാര്യം ചെയ്യുന്ന, അത് പറഞ്ഞുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരെ വകവരുത്തുകയാണ് ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യുന്ന പത്രമാണ് ഈ വിഷയം വീണ്ടും വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. അവർക്കാണ് പ്രധാനമായി ഇ ഡി വാർത്ത ലീക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ പത്രം അവരുടെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ വലിയ നിയമവിരുദ്ധമായ കാര്യങ്ങൾ പലതും ചെയ്ത് നമ്മുടെ രാജ്യത്തിന്റെ കളങ്കമായ ചരിത്രത്തിൽ ചില കളങ്കമായ മാർക്കിംഗ് നടത്തിയിട്ടുള്ള ഒരു പത്രം കൂടിയാണ്. അവര് ഏതെല്ലാം വിധത്തിൽ ഏതെല്ലാം സമയത്ത് ഇടതുപക്ഷ വിരുദ്ധമായ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ പരിശ്രമിക്കാറുണ്ടോ അതൊക്കെ ചെയ്യാറുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീമതി വീണ തൈക്കണ്ടിയും ശ്രീ മുഹമ്മദ് റിയാസും തമ്മിൽ ഒത്തുചേരാത്ത സമയത്ത്, ജീവിത പങ്കാളിയായി ജീവിതം തുടങ്ങാത്ത സമയത്ത് ഉള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പുറത്ത് ചാരിക്കൊണ്ടുള്ള വാർത്തകൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്തത്. എന്തായാലും അതിലൊരു ശുഭകരമായ കാര്യം കണ്ടത്, ഇടതുപക്ഷ വിരുദ്ധമായ വാർത്തകളുടെ മലവെള്ളപ്പാച്ചിലിൽ ഇത് ഡിഫമേഷൻ കേസ് കൊടുക്കാൻ, മാനനഷ്ട കേസ് കൊടുക്കാൻ പലരും സമയം കണ്ടെത്താറില്ല. പക്ഷേ ഇടതുപക്ഷത്തിന്റെ വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമായി തന്നെ ഈ നിയമവിരുദ്ധമായി വ്യാജമായ വാർത്തകൾ ഏത് മാധ്യമം സൃഷ്ടിച്ചാലും അത് ശക്തമായി നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ഓരോരുത്തരും ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. നമ്മൾ രാജ്യത്ത് തന്നെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ പുറത്തു കൊണ്ടുവന്നത് രാഷ്ട്രീയ സമരം നടത്തി മാത്രമല്ല. ഇപ്പോ ഇലക്ട്രൽ ബോണ്ട് വിഷയം ഇന്ത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന തരത്തിൽ കോടതിയെ സമീപിച്ചത് CPI മാത്രമാണ്. CPIഎമ്മിന്റെ എക്കാലത്തെയും മികച്ച ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള സഖാവ് സീതാറാം യെച്ചൂരി കോടതിയിൽ സമീപിച്ചുകൊണ്ട് തന്നെയാണ് ആ ഇലക്ട്രൽ ബോണ്ട് CPIഎമ്മും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും മാറി നിന്ന് ഒരു പണം പോലും കൈപ്പറ്റാത്ത ആ ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക സ്രോതസ്സാണ് തെളിയിച്ചത് നമ്മൾ കോടതി വഴിയാണ്. അതുപോലെ വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള വലിയ നേതൃത്വം അത്തരം കോടതി വഴികളിലൂടെ നീങ്ങുന്നുണ്ട്. പണ്ട് VS ഒക്കെ അത്തരം കോടതി നടപടികളിലേക്ക് ധാരാളമായി കടന്നു ചെന്നിട്ടുണ്ട്. ഇപ്പൊ ശ്രീ മുഹമ്മദ് റിയാസ് എന്തായാലും അത് കോടതി വഴി അല്ലെങ്കിൽ മാനനഷ്ട കേസ് നൽകുമെന്നുള്ളത് കേരളത്തിൽ സത്യസന്ധമായി കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. അതാണ് അതിന്റെ ഒരു ഘട്ടം. രണ്ടാമത്തെ കാര്യം, ഈ CMLR കേസ് എന്നുള്ളത് നമുക്ക് സാധാരണയായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം, ആരെങ്കിലും നാട്ടിൽ ബാങ്ക് വഴി അല്ലെങ്കിൽ ലീഗൽ പ്രൊസീജിയർ വഴി കൈക്കൂലി വാങ്ങിക്കുവോ? ഇതെങ്കിലും ചോദിക്കാനുള്ള ഒരു സാമാന്യമായ ബാധ്യത നമ്മുടെ നാട്ടിലെ ആളുകൾക്കുണ്ടല്ലോ. അത് അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ തൈക്കണ്ടിയും CMLR കമ്പനിയുമായിട്ടുണ്ടാക്കിയ ഒരു സേവന കരാർ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കോൺട്രാക്ട്, അത് അവരുടെ ജോലി സംബന്ധമായ ഒരു കരാർ, ആ കരാറിൽ അവർ പണം കൈപ്പറ്റുന്നത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. ആ കൈപ്പറ്റിയ പണം നിയമപരമായി എല്ലാവിധ പ്രൊസീജിയറും പൂർത്തിയാക്കിയിട്ടാണ്. അതായത് അന്ന് ഏറ്റവും വലിയ ചർച്ചയായിട്ട് വന്നത് നമ്മുടെ ഓർമ്മയിലുണ്ട്. ഈ സംഭവം ഉണ്ടാവുന്ന 3 വർഷം മുമ്പ് അവര് ടാക്സ് അടച്ചിട്ടുണ്ടോ, അവര് നിയമപരമായിട്ടാണോ ഈ പൈസ പറ്റിയതെന്നുള്ളതായിരുന്നു അന്നത്തെ മാധ്യമങ്ങളുടെയും എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം, ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രധാനപ്പെട്ടൊരു വാദം എന്ന് പറയുന്നത്. പക്ഷെ വളരെ കൃത്യമായിട്ട് അത് GST ഉൾപ്പെടെ ടാക്സിന്റെ എല്ലാ മേഖലകളും കൈകാര്യം ചെയ്തുകൊണ്ട് നിയമപരമായിട്ടാണ് അവർ പണം വാങ്ങിച്ചത് എന്ന് പുറത്തു വന്നപ്പോൾ പിന്നെ അവരുടെ സേവനം എന്താണെന്നായി. എന്നാൽ ഇതോടൊപ്പം പുറത്തു വന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളെല്ലാം അതിലുണ്ട്. ചുരുക്കപ്പേരുകളിൽ എഴുതിയിട്ടിട്ടുണ്ട് CMLR കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ഒരു ആദായ നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിലാണ്
അവര് പിടിക്കപ്പെടുന്നത്. ആ സമയത്ത് അവരുടെ ചെലവ് കാണിച്ചതിനകത്ത് അധികപ്പറ്റി ചെലവ് കാണിച്ചിരിക്കുന്നു. നികുതി വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ അധിക ചെലവ് കാണിച്ചത് എന്ന ആക്ഷേപം ഉയർന്നു. അവരുടെ അധിക ചെലവിനകത്ത് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വമുണ്ട്. ഇന്നത്തെ രമേശ് ചെന്നിത്തലയുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, PV എന്ന് വിളിക്കപ്പെടുന്ന ഒരാളുണ്ട്. അത് പിണറായി വിജയൻ എന്ന് ആക്ഷേപിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം അത് പൂർണ്ണമായിട്ട് നിഷേധിച്ചു. അപ്പൊ വേറെ ചില പേരുകളിലേക്ക് അത് എത്തി. ഏതായാലും കേരളത്തിലെ ഉയർന്ന രാഷ്ട്രീയ നേതൃത്വം അവിടുന്ന് സംഭാവന വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നിയമവിരുദ്ധമായി സംഭാവന 25,000 രൂപയിൽ കൂടുതൽ ബാങ്ക് ത്രൂ അല്ലാതെ വാങ്ങാൻ പറ്റില്ല. അപ്പൊ നിയമവിരുദ്ധമായി വാങ്ങിച്ച പൈസയെക്കുറിച്ച് ഒരു അന്വേഷണവും ഇല്ല. കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട്, അതിൽ അന്വേഷണമില്ല. നേരെ മറിച്ച് നിയമപരമായിട്ട് വാങ്ങിച്ച പൈസയെക്കുറിച്ച് ഈ ആക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഇത് നേരത്തെ നടന്ന കുറേ ചർച്ചകളുണ്ട്. ഇപ്പം നമ്മുടെ കോൺഗ്രസിന്റെ സുഹൃത്തുൾപ്പെടെ പറയേണ്ടത് ഈ ശിവശങ്കർ ഇപ്പൊ ഏത് ജയിലിൽ കിടക്കുന്നു എന്നുള്ളതാണ്. ഈന്തപ്പഴത്തിനകത്ത് കൊണ്ടുപോയ സ്വർണ്ണക്കുരു എവിടെയാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ബിരിയാണി ചെമ്പിനകത്ത് കൊണ്ടുപോയി. എത്ര ദിവസം പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ആക്ഷേപിച്ച ഒരു വാർത്തയാണ്. ആരെങ്കിലും അത് ഓൺ ചെയ്യുന്നുണ്ടോ? ഇപ്പോ ഈ വലിയ 4 കോളം 6 കോളം വാർത്ത കൊടുക്കുന്ന ഈ പത്രം എന്തുകൊണ്ട് ശിവശങ്കറിനെ ഇത്രയും കാലം വേട്ടയാടി അദ്ദേഹത്തെ വെറുതെ വിടപ്പെട്ടപ്പോ നിങ്ങൾ വീക്കെൻഡിനകത്ത് ഫീച്ചർ എഴുതണ്ട അദ്ദേഹത്തെ കുറിച്ച്? നമ്പിനാരായണനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ എഴുതിയല്ലോ. വീക്കെൻഡിനകത്ത് ഫീച്ചർ എഴുതണം. ഒരു 6 കോളത്തിലോ 8 കോളത്തിലോ എഴുതണം അദ്ദേഹത്തെ എന്തിന് പീഡിപ്പിച്ചു എന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, പിണറായി വിജയന്റെ ഓഫീസിൽ ഇരുന്നു, അവിടെ അതിന്റെ ഉത്തരവാദിത്വത്തോടുകൂടി ആ ജോലി ചെയ്തു എന്ന ഒരു കുറ്റം മാത്രമേ ആ മനുഷ്യൻ ചെയ്തുള്ളൂ. അങ്ങനെയുള്ള ആ വാർത്തകളുടെ നിജസ്ഥിതി എന്താ? ലാവ്ലിൻ കേസിന്റെ നിജസ്ഥിതി എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ വേട്ടയാടാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച ഈ കേസിൽ നിങ്ങളുടെ നിജസ്ഥിതി എന്താ? ഇന്ത്യ രാജ്യത്ത് ED അന്വേഷിച്ച ഇടതുപക്ഷം അല്ലാത്ത വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, ഭരണകക്ഷി പെടാത്ത വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരുടെ സ്ഥിതി എന്താ? ഇതെല്ലാം പറയാനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കണ്ടേ? അതിനു പകരം ഈ കേസ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് വന്നാൽ അത് ED തെറ്റ് കാണിക്കുന്നു, സോണിയാഗാന്ധിക്കെതിരായിട്ട് വന്നാൽ അത് തെറ്റായി കാണിക്കുന്നു, കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് വന്നാൽ ED രാഷ്ട്രീയ വേട്ട നടത്തുന്നു, ഇടതുപക്ഷത്തിനെതിരായിട്ട് വന്നാൽ അത് സത്യസന്ധമായിട്ടാണ്. കേരളത്തിലെ ചാനലുകളും വാർത്തകളും എല്ലാം ഇപ്പോ വലതുപക്ഷ നിരീക്ഷകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവർക്കാർക്കും കോൺഗ്രസിനെതിരായിട്ട് ED അന്വേഷണത്തെ കുറിച്ച് ഒന്നും പറയാം. അതെല്ലാം വ്യാജ വാർത്തകളും അതെല്ലാം തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അപകടപ്പെടുത്താൻ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളുമാണ്. പക്ഷേ ഇടതുപക്ഷത്തിനെതിരായിട്ട് വരുന്ന വാർത്തകളെല്ലാം ശരിയുണ്ട് എന്ന രൂപത്തിലാണ് ആ ചർച്ച കൊണ്ടുപോകുന്നത്. അതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ശരി, CP.